എല്ലാവർക്കും കറണ്ട് അഫയേഴ്സ് 365യുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് ഓഗസ്റ്റ് 2024 പ്രധാനപ്പെട്ട അവാർഡ്സിനെ കുറിച്ചാണ്. സോ ആദ്യം തന്നെ നമുക്ക് അവാർഡ്സിലേക്ക് കിടക്കാം. ആദ്യമായിട്ട് നമ്മൾ പറയാൻ പോകുന്നത് 77ാമത്തെ ലക്കർണോ ഫിലിം ഫെസ്റ്റിവലിലെ ലൈഫ് ടൈം അച്ചീവ്മെൻറ്റ് അവാർഡ് നേടിയ വ്യക്തി ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഷാറുഖ് ഖാനാണ് നോക്കണം. ഓക്കെ, ലക്കർണോ ഫിലിം ഫെസ്റ്റിവൽ അവാർഡിലെ ലൈഫ് ടൈം അച്ചീവ്മെൻറ്റ് അവാർഡ് നേടിയത് ഷാറുഖ് ഖാൻ. അടുത്താണ് ബെസ്റ്റ് എയർപോർട്ട് അവാർഡ് നേടിയത് രാജീവ് ഗാന്ധി ഇൻ്റർനാഷണൽ എയർപോർട്ടാണെന്ന് നോക്കണം. അടുത്ത അവാർഡാണ് പ്രസ്റ്റീജിയസ് പസഫിക് ഏഷ്യ ട്രാവൽ അസോസിയേഷൻ അവാർഡ്, അതായത് PATA പസഫിക് ഏഷ്യ ട്രാവൽ അസോസിയേഷൻ അവാർഡ്. അതിൻ്റെ ഗോൾഡ് നേടിയത് ഏതാണെന്ന് ചോദിച്ചാൽ കേരള ടൂറിസം ആണെന്ന് നോക്കാം. ഓക്കെ, പറ്റ അതായത് പസഫിക് ഏഷ്യ ട്രാവൽ അസോസിയേഷൻ്റെ ഗോൾഡ് അവാർഡ് നേടിയത് കേരള ടൂറിസം ആണെന്ന് നോക്കാം. ഇത് പ്രധാനപ്പെട്ടായിട്ട് കേരള PSC ഉള്ളവർ നോക്കണം. അടുത്താണ് FICCIൻ്റെ യൂത്ത് ഐക്കൺ അവാർഡ് നേടിയത് ആയുഷ്മാൻ ഖുറാനയും അതുപോലെ തന്നെ നീരജ് ചോപ്രയാണ് നോക്കണം. അടുത്താണ് സ്പെഷ്യൽ അന്തർദൃഷ്ടി. ഓക്കെ, അന്തർദൃഷ്ടി ബ്രെയിൽ ഡെബിറ്റ് കാർഡ് കൊണ്ടുവന്ന ബാങ്ക് ഏതാണെന്ന് ചോദിച്ചാൽ പഞ്ചാബ് നാഷണൽ ബാങ്ക് ആണ് നോക്കണം. ഓക്കെ, സോ ഈ കാണാത്തവർക്ക് വേണ്ടിയിട്ട്, അതായത് കണ്ണ് കാണാത്തവർക്ക് അവർക്ക് വേണ്ടിയിട്ടുള്ള സ്പെഷ്യൽ ഡെബിറ്റ് കാർഡ് കൊണ്ടുവന്ന ബാങ്ക് ഏതാണെന്ന് ചോദിച്ചാൽ പഞ്ചാബ് നാഷണൽ ബാങ്ക് ആണ് നോക്കാം. അടുത്താണ് ടോപ്പ് സെൻട്രൽ ബാങ്ക് അവാർഡ് നേടിയത് ആരാന്ന് ചോദിച്ചാൽ ശക്തികാന്ത് ദാസ് ആണ് നോക്കണം. RBI ചെയർമാനാണ് നോക്കണം. RBIൻ്റെ ഗവർണറാണെന്ന് നോക്കണം. ഓക്കെ, RBIൻ്റെ ചെയർമാൻ അല്ല, RBIൻ്റെ ഗവർണറാണ്. 25ാമത്തെ RBI ഗവർണറാണെന്നും കൂടി നോക്കണം. അടുത്താണ് അവനി സേവിങ്സ് അക്കൗണ്ട് വനിതകൾക്ക് വേണ്ടിയിട്ട് തുടങ്ങിയ ബാങ്ക് ഏതാണെന്ന് ചോദിച്ചാൽ ബന്ധൻ ബാങ്ക് ആണ് നോക്കണം. അടുത്താണ് ക്രിക്കറ്റുമായിട്ട് ബന്ധപ്പെട്ടുള്ള കുറച്ച് അവാർഡാണ് നമ്മൾ പറയുന്നത്. ഒന്ന് സിയറ്റ് ഇൻ്റർനാഷണൽ ക്രിക്കറ്റർ അവാർഡ് നേടിയത് ആരെന്ന് ചോദിച്ചാൽ രോഹിത് ശർമ്മയാണ് നോക്കണം. അടുത്താണ് ODI ബാറ്റർ, അതായത് വൺ ഡേ ഇൻ്റർനാഷണൽ ബെസ്റ്റ് ബാറ്റർ അവാർഡ് നേടിയത് വിരാട് കോഹ്ലിയാണ്. ഇനി ബോളർ ആരാന്ന് ചോദിച്ചാൽ അത് മുഹമ്മദ് ഷമിയാണ് നോക്കണം. ഓക്കെ, സോ ODI വൺ ഡേ ഇൻ്റർനാഷണൽ ബെസ്റ്റ് ബാറ്റർ കോഹ്ലിയാണെങ്കിൽ ബോളർ ആരാന്ന് ചോദിച്ചാൽ മുഹമ്മദ് ഷമിയാണ് നോക്കണം. അടുത്തതിന് ലൈഫ് ടൈം അച്ചീവ്മെൻറ്റ് അവാർഡ് കിട്ടിയത് രാഹുൽ ദ്രാവിഡാണെന്ന് നോക്കണം. അടുത്താണ് ടെസ്റ്റുമായിട്ട് ബന്ധപ്പെട്ടാണ്. നമ്മളിപ്പോൾ ഈ ODIയിൽ പറഞ്ഞ പോലെ തന്നെ ടെസ്റ്റിൽ മികച്ച ബാറ്റർ ആരാന്ന് ചോദിച്ചാൽ യശസ്വി ജയ്സ്വാളാണ്. ബോളർ ആരാന്ന് ചോദിച്ചാൽ അശ്വിനാണ് നോക്കണം. അടുത്താണ് T20 ആയിട്ട് ബന്ധപ്പെട്ടുള്ള മികച്ച ബാറ്റർ ആരാന്ന് ചോദിച്ചാൽ സാൾട്ടാണ് ഇംഗ്ലണ്ടിൻ്റെ. ഇനി ബോളർ ആരാന്ന് ചോദിച്ചാൽ ടിം സൗത്തിയാണ് ന്യൂസിലാൻഡിൻ്റെ. ക്രിക്കറ്റർ ഓഫ് ദി ഇയർ അവാർഡ് നേടിയത് സായ് കിഷോറാണ്. അതേപോലെ തന്നെ ഇനി വനിതകളിലേക്ക് കിടക്കുകയാണെങ്കിൽ മികച്ച ബാറ്റർ ആരാന്ന് ചോദിച്ചാൽ സ്മൃതി മണ്ടാനയാണ്. ഇനി ബോളർ ആരാന്ന് ചോദിച്ചാൽ ദീപ്തി ശർമ്മ. സോ ഇത്രയും നമ്മൾ നോക്കിയിരിക്കണം. ഈ ODIയിലെ മികച്ച ബാറ്റർ കോഹ്ലിയാണെങ്കിൽ ബോളർ മുഹമ്മദ് ഷമിയാണ്. ഇനി ടെസ്റ്റിലേക്ക് വരുമ്പോൾ യശസ്വി ജയ്സ്വാളാണ് ബാറ്റർ. ഇനി ബോളർ ആണെങ്കിൽ അശ്വിനാണ്. ഇനി T20യിലേക്ക് വരുമ്പോൾ ഫിൽ സാൾട്ടാണ് ഇംഗ്ലണ്ടിൻ്റെ മികച്ച ബാറ്റർ. ടിം സൗത്തിയാണ് മികച്ച ബോളർ. ഇനി വനിതകളിലാണെങ്കിൽ സ്മൃതി മണ്ടാന മികച്ച ബാറ്റർ. ബോളർ ആണെങ്കിൽ ദീപ്തി ശർമ്മ. പിന്നെ എക്സസൈറ്റ് അറിഞ്ഞിരിക്കുകയാണ് ലൈഫ് ടൈം അച്ചീവ്മെൻറ്റ് അവാർഡ് നേടിയത് രാഹുൽ ദ്രാവിഡ്. അതേപോലെ തന്നെ ഇൻ്റർനാഷണൽ ക്രിക്കറ്റർ അവാർഡ് നേടിയത് രോഹിത് ശർമ്മ. അതുപോലെ തന്നെ ഡൊമസ്റ്റിക് അവാർഡ് സായ് കിഷോർ. അടുത്താണ് നാഷണൽ ഫിലിം അവാർഡ്സിനെ പറ്റിയിട്ടാണ്. നമുക്ക് ഒരു വല്ലാണ്ട് ഡീപ്പല്ല, എന്നാൽ ഇത് ഇത്രയും ഇപ്പോൾ നമ്മുടെ ഈ സ്ലൈഡിൽ കാണുന്ന ഈ നാഷണൽ അവാർഡ് ഇത്രയെങ്കിലും പഠിച്ചാൽ നിങ്ങൾക്ക് അത്യാവശ്യം കുഴപ്പമില്ലാതെ ഒരു അവാർഡ്സ് നമുക്ക് കവർ ചെയ്ത് പോകാൻ പറ്റുന്നതാണ്. സോ ഇത് അറിയേണ്ടത്, ഇത് എത്രാമത്തെ അവാർഡാണെന്ന് ചോദിച്ചാൽ 70ാമത്തെ അവാർഡാണെന്ന് നോക്കണം. ഓക്കെ, നാഷണൽ അവാർഡ് 2024 കൊടുത്തത് 70ാമത്തെ 70th അവാർഡാണെന്ന് നോക്കണം. പിന്നെ ഈ 2024 കൊടുക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാലും ഇത് ഏത് സിനിമയ്ക്കോ കൊടുത്തതെന്ന് ചോദിച്ചാൽ 2022 ഇറങ്ങിയ സിനിമകൾക്കുള്ള അവാർഡാണ് ഈ 2024 കൊടുത്തതെന്ന് നോക്കണം. ഓക്കെ, ഇനി ഇതിൽ മികച്ച അഭിനേതാവ് ആക്ടർ ആരാന്ന് ചോദിച്ചാൽ ഋഷഭ് ഷെട്ടിയാണ്. കാന്താര എന്ന സിനിമയിലത്തെ നോക്കണം. 2023 ആർക്കാ കൊടുത്തതെന്ന് ചോദിച്ചാൽ അല്ലു അർജുൻ പുഷ്പ എന്ന് പറഞ്ഞാൽ സിനിമയ്ക്കാണ് കിട്ടിയെന്ന് നോക്കാം. ഇനി മികച്ച നടി ആരാന്ന് ചോദിച്ചാൽ രണ്ടുപേരുണ്ട്. ഒന്ന് നിത്യ മേനോനുണ്ട്, അത് തിരുച്ചിത്രമ്പലം എന്ന് പറഞ്ഞിട്ടുള്ള സിനിമ. രണ്ട് മാനസി പരേക്കാണ്, അത് കച്ച് എക്സ്പ്രസ് എന്ന് പറഞ്ഞ ഗുജറാത്തി സിനിമയ്ക്കാണ് കിട്ടിയതും കൂടി നോക്കണം. ഓക്കെ, സോ ഒന്ന് നിത്യ മേനോൻ തമിഴിലെ തിരുച്ചിത്രമ്പലം എന്ന് പറഞ്ഞ സിനിമയ്ക്കും, പിന്നെ മാനസി പരേക്ക് അത് ഗുജറാത്തി ഫിലിമായിട്ടുള്ള
കച്ച് എക്സ്പ്രസ്സിനാണ് കൂടി നോക്കണം. അടുത്ത തന്നെ മികച്ച ഡയറക്ടർ ആരാന്ന് ചോദിച്ചാൽ സൂരജ് ബർജത്രയാന്ന് നോക്കണം. ബർജത്യ, ഓക്കെ, സൂരജ് ബർജത്യയാണ് മികച്ച ഡയറക്ടർ. ഇനി മികച്ച ഫീച്ചർ ഫിലിം, അതുപോലെ തന്നെ എഡിറ്റിംഗ്, പിന്നെ സ്ക്രീൻ പ്ലേ, അത് ഏത് സിനിമയെന്ന് ചോദിച്ചാൽ മലയാളത്തിലെ ആട്ടം എന്ന് പറഞ്ഞ സിനിമയ്ക്കാണെന്ന് നോക്കണം. സോ ഫീച്ചർ ഫിലിം, അതുപോലെ തന്നെ എഡിറ്റിംഗ്, പിന്നെ സ്ക്രീൻ പ്ലേ, FES എന്ന് ഓർക്കാം. ഫീച്ചർ ഫിലിം, അതുപോലെ തന്നെ എഡിറ്റിംഗ്, പിന്നെ സ്ക്രീൻ പ്ലേ ഏത് സിനിമയ്ക്കാണ് കിട്ടിയെന്ന് ചോദിച്ചാൽ മലയാളം സിനിമയായിട്ടുള്ള ആട്ടത്തിനാണ് നോക്കണം. ഇനി മികച്ച ഫീച്ചർ ഫിലിം ഫീച്ചർ ഫിലിമിലെ മികച്ച പോപ്പുലർ ഫിലിം, ഓക്കെ, മികച്ച പോപ്പുലർ ഫിലിം വിത്ത് ഹോൾസം എൻ്റർടൈൻമെൻറ്റ്, മുഴുനീള നമ്മൾ എൻ്റർടൈൻമെൻറ്റ് നൽകുന്ന സിനിമ, അതിൽ ഏതാണെന്ന് ചോദിച്ചാൽ കന്നഡ സിനിമയായിട്ടുള്ള കാന്താരയ്ക്കാണ് നോക്കണം. ഓക്കെ. ഇനി മികച്ച തമിഴ് സിനിമ, അതേപോലെ തന്നെ സൗണ്ട് ഡിസൈന്, സിനിമാറ്റോഗ്രാഫി, ഈ 3 നേടിയ തമിഴ് സിനിമ ഏതാണെന്ന് ചോദിച്ചാൽ പൊന്നിയൻ സെൽവൻ പാർട്ട് 1 ആണെന്ന് നോക്കണം. സംവിധായകൻ ആരാന്ന് ചോദിച്ചാൽ മണിരത്നം ആണെന്ന് നോക്കണം. ഓക്കെ, മണിരത്നം. ഓക്കെ, ഇത് എഴുതിയിട്ടില്ല, അത് നോക്കണം. സോ മികച്ച തമിഴ് സിനിമ, അതുപോലെ തന്നെ സൗണ്ട് ഡിസൈന്, മികച്ച സിനിമാറ്റോഗ്രാഫി, അത് ഏത് സിനിമയെന്ന് ചോദിച്ചാൽ പൊന്നിയൻ സെൽവൻ ആണെന്ന് നോക്കണം. ഇനി മലയാളം സിനിമ ഏതാണെന്ന് ചോദിച്ചാൽ ബെസ്റ്റ് സൗദി വെള്ളക്ക CC 225/2009. ഇനി കന്നഡ സിനിമ വെച്ചാൽ ഏതാണെന്ന് ചോദിച്ചാൽ അത് KGF ചാപ്റ്റർ 2 ആണ് നോക്കണം. ഇനി കാരണം ഇവിടെ നമ്മൾ പറഞ്ഞു പോപ്പുലർ ഫിലിമാണ് പറഞ്ഞത്. പോപ്പുലർ ഫിലിം കാന്താരയാണ്, പക്ഷേ കന്നഡ ഭാഷയിലെ മികച്ച സിനിമ KGF ചാപ്റ്റർ 2 ആണ് നോക്കാം. ഇനി മികച്ച ഹിന്ദി ഫിലിം അത് ഏതാണെന്ന് ചോദിച്ചാൽ ഗുൽമോഹറാണ്. ഇനി മികച്ച കൊറിയോഗ്രാഫി ആണെങ്കിൽ തിരുച്ചിത്രമ്പലാണ്, നമ്മളിപ്പോൾ ആദ്യം പറഞ്ഞു, നിത്യമേനോന് കിട്ടിയത്. ഇനി മ്യൂസിക് ഡയറക്ടർ ആണെങ്കിലോ AR റഹ്മാനാണ്. വേറെ ഒരാളും കൂടി ഉണ്ട്, പക്ഷേ AR റഹ്മാന് കിട്ടിയത് ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കിനാണെന്ന് നോക്കണം. ഓക്കെ. അടുത്താണ് ഫീമെയിൽ പ്ലേബാക്ക് സിംഗർ സൗദി വെള്ളയ്ക്ക് എന്ന സിനിമയിലെ ബോംബെ ജയശ്രീ എന്ന ഗായികയ്ക്കാണ് കിട്ടിയെന്ന് നോക്കണം. ഇനി മെയിലാണെങ്കിൽ അർജിത് സിംഗ് ആണ് നോക്കണം. ഓക്കെ, അർജിത് സിംഗ്. ഇനി നോൺ ഫീച്ചറിലെ മികച്ച അനിമേഷൻ സിനിമ അത് കോക്കനട്ട് ട്രീ. സോ ഇത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഭാഗമാണ് ഈ നാഷണൽ ഫിലിം അവാർഡ് 78 ബന്ധപ്പെട്ട് ഇത്രയെങ്കിലും നോക്കിയിരിക്കേണ്ടത് അത്യാവശ്യമാണ്. അടുത്താണ് 54th കേരള ഫിലിം അവാർഡ് 2024. അപ്പോൾ ഇനി അടുത്ത് നമ്മൾ നോക്കുന്നത് കേരള ഫിലിം അവാർഡാണ്, 54ാമത്തെ. സോ 2024 കൊടുത്ത അതിൻ്റെ ചെയർമാൻ, ഈ കമ്മിറ്റി അവാർഡ് കൊടുത്ത ഇതുമായിട്ട് ബന്ധപ്പെട്ടുള്ള കമ്മിറ്റി ചെയർമാൻ ആരാന്ന് ചോദിച്ചാൽ സുധീർ മിശ്രയാണെന്ന് നോക്കണം. ഓക്കെ, സുധീർ മിശ്ര. ഇനി മികച്ച സിനിമ അത് കാതൽ ദ കോർ എന്ന് പറഞ്ഞ സിനിമയ്ക്കാണെന്ന് നോക്കണം. ഇനി മികച്ച ആക്ടർ എല്ലാവർക്കും അറിയാം, പൃഥ്വിരാജ്, ആടുജീവിതം എന്ന സിനിമയിൽ. അതുകൊണ്ട് തന്നെ ഈ ആടുജീവിതമാണ് മികച്ച പോപ്പുലർ സിനിമയായിട്ട് വന്നത്. ഓക്കെ, മികച്ച പോപ്പുലർ സിനിമ ഏതാണെന്ന് ചോദിച്ചാൽ ആടുജീവിതമാണ്. അതുപോലെ തന്നെ മികച്ച മേക്കപ്പ് ആർട്ടിസ്റ്റ്, പ്രോസസ്സിംഗ് ലാബ്, അല്ലെങ്കിൽ കളറിസ്റ്റ്, ശബ്ദ മിശ്രം, ഛായാഗ്രഹണം, ഇത്രയും അവാർഡ് നേടിയത്, അതായത് 9ഓളം അവാർഡ് ഈ ആടുജീവിതം നേടിയിട്ടുണ്ടെന്ന് പറഞ്ഞത്. സോ ഇതൊക്കെ ഒന്ന് നോക്കണം. പിന്നെ മികച്ച ആക്ട്രസ് ഉർവശി, അതായത് ഉള്ളൊഴുക്ക് എന്ന് പറഞ്ഞ സിനിമയ്ക്ക് ഉർവശിക്കും, പിന്നെ ബീന ആർ ചന്ദ്രൻ്റെ തടവ് എന്ന സിനിമയ്ക്കാണ് നടിമാരായിട്ട് കിട്ടിയത്, അതായത് ഉർവശിയും പിന്നെ ബീന ചന്ദ്രൻ. പിന്നെ മികച്ച ഡയറക്ടർ ബ്ലസ്സി, ആടുജീവിതം തന്നെയാണ്. പിന്നെ മികച്ച സെക്കൻഡ് ഫിലിം ഏതാണെന്ന് ചോദിച്ചാൽ ഇരട്ടയാണ്. ഇനി ഡിബറ്റൻ്റെ ആരാന്ന് ചോദിച്ചാൽ ഡയറക്ടർ ഫാസിൽ റസാഖാണെന്ന് നോക്കണം. ഇനി ഇതിലെ പിന്നണി ഗായിക ആരാന്ന് ചോദിച്ചാൽ ആൻ ആമിയാണെന്ന് നോക്കാം. ഓക്കെ, ആൻ ആമി. ഇനി ഗായകൻ ആരാന്ന് ചോദിച്ചാൽ വിദ്യാധർ മാസ്റ്റർ. ഇനി ചൈൽഡ് ആക്ടർ അവിയർത്ത് മേനോനാണ് കൂടി നോക്കണം. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമുക്ക് ഓഗസ്റ്റിലത്തെ അവാർഡ്സുമായിട്ട് ബന്ധപ്പെട്ട്. ഓക്കെ, പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. നന്ദി.